ഞാനും കുഞ്ഞാവേം അമ്മ ഉണ്ടായിരുന്നല്ലോ. എന്ത് തലേന്ത് അമ്മയും കൂടി എണ്ണയ്ക്കുള്ള സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി രാജകുമാരിക്ക് പോവാണ്. കുഞ്ഞാവയാണ് ഞങ്ങളുടെ പ്രോ ഡ്രൈവർ. ഇവിടെ നിന്നാണ് ഇത്തവണ വെറൈറ്റിക്ക് എണ്ണ മേടിക്കുന്നത് കേട്ടോ. ഇത് KB, ഇത് വേറെന്താണ്, സോറി മാറിപ്പോയതൊക്കെ, KMK പൊടിമില്ല. അതാ ഞാൻ ചോദിക്കുന്നത്. ഇവിടെ അങ്ങനെ വെളിച്ചെണ്ണ താഴെ എഴുതിയിട്ടുണ്ടല്ലേ. അമ്മ ഇവിടെ തന്നെ ആട്ടണാണോ എണ്ണ എന്നറിയാൻ വേണ്ടി മില്ല് പോയി നോക്കിക്കൊണ്ടിരിക്കുക. ഇതാ കാണുന്നതാണ് എണ്ണക്കട. ഇത്തവണ നമ്മൾ 8 കിലോ സവോളയാണ് മേടിക്കുന്നത്. കഴിഞ്ഞ തവണ 8 കിലോ തന്നെയാണ് മേടിച്ചത്. ശരിയായിട്ട് നല്ലത് നോക്കിയാണ് ചേട്ടൻ പറക്കുന്നത് എന്ന് നമ്മൾ ഉണ്ടാവോ. അമ്മ എടുക്കണം എന്ന് നല്ല ലാസ്റ്റ് കറിവേപ്പിലയും കൂടെ മേടിച്ച് ഇപ്പം എക്സ്ട്രാ എടുത്തു വെച്ചാൽ കറിവേപ്പില ആ ചേട്ടൻ നമുക്ക് അല്ലാണ്ട് തന്നതാണ്. ബാക്കിയാണ് നമ്മൾ പൈസ കൊടുത്തത്. ആണോ? അപ്പം അങ്ങനെയല്ല, ടീച്ചറിന് ഒന്നും തന്നിട്ടില്ല ഫ്രീ ആയിട്ട്. ഇത്രയും സാധനം മേടിച്ചിട്ട് ഇങ്ങനത്തെ ഒരു ചേട്ടൻ. ഈ കടയാട്ടോ ഇത്. ഈ കടയുടെ പേരെന്നാ? പേരറിയില്ല. രാജക്കാടുള്ള കടയാണേ. കരിഞ്ചീരകമാണേ. 400. ഞങ്ങൾ കുറച്ചധികം സാധനങ്ങൾ മേടിച്ചു. ഓറഞ്ച് മേടിച്ചു. ഓറഞ്ച് കഴിക്കാൻ പോവാണ്. അതല്ല, ഇവരൊക്കെ ഓറഞ്ച് കഴിച്ചു. ഒരു പഴമൊക്കെ കഴിച്ചിട്ടിരിക്കുക. ഞാനാണ് സാധനം മേടിക്കാനെല്ലാം പോയത്. മല്ലിക്കുട്ടൻ്റെ ഹോബിയായ കാറുകൾ. ഹോബി എന്നാണ് ഇതിനൊക്കെ എന്താ പറയുന്നത്? മല്ലിക്കുട്ടൻ്റെ സന്തോഷം. പിന്നെ ഇവിടെ ജെറി ഉണ്ട് കേട്ടോ. നമ്മൾ കരിമ്പ് ജ്യൂസ് കുടിക്കാൻ വേണ്ടിയിട്ട് നിർത്തി കേട്ടോ. എങ്ങനെയുണ്ട്? കൊള്ളാവോ? നമ്മളെല്ലാം കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇവർ പറഞ്ഞത് ഗൂഗിൾ പേ ഇല്ലത്. അമ്മയുടെ ഫോൺ ഒരു പേഴ്സ് ആയതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. നമ്മൾ പിന്നെയും എണ്ണയിൽ തന്നെ ഇവിടെ തന്നെ വന്നിരിക്കുകയാണ് കേട്ടോ. മറ്റേ എണ്ണയുടെ മില്ലെന്ന് അവർ പറഞ്ഞിട്ട് അവിടെ മില്ലൊന്നും ഉണ്ടായിരുന്നില്ല, ചുമ്മാ പറഞ്ഞ കേട്ടോ. ഇതാണ് ശരിക്കുള്ള മില്ല്. ഇപ്പോൾ വന്നാലും ഈ ഇരിക്കുന്ന കപ്പ എടുത്ത് തിന്നും. ഇത് ഞാൻ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്. കണ്ടോ ഈ അച്ചാച്ചൻ ഇന്ന് ആട്ടുന്നത്, ലൈവായിട്ട് ആട്ടി വരുന്ന സാധനമാണ് നമുക്ക് തരുന്നത് കേട്ടോ. നെല്ലിക്ക മേടിക്കാൻ വേണ്ടിയിട്ട് ഈ ചേട്ടൻ്റെ കടയിൽ വന്നു. ഇവിടെ കത്തി വെച്ച് തലയൊക്കെ ചൊറിയുന്നു. 6.5 കിലോ നെല്ലിക്കയെ കിട്ടിയുള്ളൂ. 8 കിലോ വേണം. ഇതാണ് ഈ ചേട്ടൻ്റെ പച്ചക്കറി കട. കടയിൽ തന്നെ വന്നിരിക്കുകയാണ് കരിക്ക് മേടിക്കാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ പെട്രോൾ അടിച്ചിട്ട് പോവാണ്. ഇനി തട്ടാൻ്റെ അടുത്ത് ഞാനും കുഞ്ഞാവേ അമ്മയും ചായ കുടിക്കാൻ പോവുകയാണ്. ഈ രാജക്കാട്ടിലെ ബജ്ജിക്കടയിൽ എത്തിയിരിക്കുകയാണ്. വിത്തൗട്ടേ കുടിക്കും. കൊള്ളാവാടാ. നല്ലതാ. കഴിഞ്ഞ് മുട്ട ബജ്ജി കഴിഞ്ഞിട്ട് ഞങ്ങൾ കഴിക്കുമ്പോൾ പരിപ്പ് കൂടാം. കൊള്ളാം. ഇത് അമ്മയുടെ ബജ്ജി. ബജ്ജിയോട് എന്തെങ്കിലും ശത്രുതയുണ്ട്? ബെസ്റ്റ്. ഞാൻ ഇങ്ങനെ തന്നെ ഇടും. നമ്മൾ മുയൽ ചെവിയൻ പറിക്കാൻ വേണ്ടിയിട്ട് കാട്ടിൽ വന്നിരിക്കുകയാണ്. കാടല്ല, ഒരു പറമ്പ്. കഴിഞ്ഞ തവണയും നമ്മൾ ഈ പറമ്പിൽ നിന്നാണ് മുയൽ ചെവിയൻ പറിച്ചത്. ഇത് കണ്ടോ, ഈ സാധനം നമ്മൾ ഈ കാട്ടിനകത്തുനിന്ന് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു ഡിഫിക്കൽട്ടായിട്ടുള്ള ടാസ്ക്കാണ്. അതിനിടയിൽ കൂടി നമ്മൾ നോക്കി നോക്കി പറിക്കണം. കണ്ടാ നിൽക്കുന്നത്
ശരിക്കും നോക്കിയാലേ ഇത് നമുക്ക് മനസ്സിലാകത്തുള്ളൂ ഇതാണെന്ന്. കണ്ട, കൃത്യമായിട്ട് അത് തന്നെ പറിച്ചു. അങ്ങനെയാണ് കേട്ടോ. രാജക്കാടിന് പോയി, രാജകുമാരി പോയി, പറമ്പിൽ പോയി, ഇതൊക്കെ പറിച്ചുകൊണ്ടാണ് വരുന്നത്. ഇത് എത്ര നേരത്തേക്കുള്ള ഷോട്ടായെന്നൊന്നും എനിക്കറിയത്തില്ല. ഷോട്ടല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ മെയിൻ വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും. ഇത് എൻ്റെ കയ്യിലുള്ളത്, അമ്മയുടെ കയ്യിൽ വേറെയുണ്ട്. മുടിയാണ് വണ്ടി കിടക്കുന്നത്, അസ്വസ്ഥത. ശരി, അപ്പോൾ ഈ വ്ളോഗ് ഞാൻ ഇവിടെ വെച്ച്, അത് തന്നെ, ഈ വ്ളോഗ് ഞാൻ ഇവിടെ വെച്ച് എൻഡ് ചെയ്യാണ് കേട്ടോ.